1,16,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന മാത്രം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്ക് നടപ്പാക്കാനായത്. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, നാഷണൽ ഹൈവേ, തിരുവനന്തപുരം റിംഗ് റോഡ്, MC റോഡ് വികസനവും ദേശീയ ജലപാതയും വയനാട് തുരങ്കപാത, ഇങ്ങനെ എത്രയെത്ര വികസന പദ്ധതികൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടാവും. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് തന്നെ ഏതെല്ലാം തരത്തിലുള്ള വികസന പദ്ധതികളാണ് യാഥാർത്ഥ്യമായത്? വിഴിഞ്ഞം ഇന്നൊരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന പേരല്ലാലോ, ലോകത്താകെ അറിയപ്പെടുന്ന തുറമുഖമാണ് വിഴിഞ്ഞത്തുള്ളത്. ടെക്നോ പാർക്ക് നല്ല വികസന പന്താവിലേക്ക് മാറിക്കഴിഞ്ഞു. ലൈഫ് സയൻസ് പാർക്ക് നമ്മുടെ രാജ്യത്താദ്യം കേരളത്തിലാണ് വരുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. ഇവിടെ ഡിജിറ്റൽ സയൻസ് പാർക്ക് അതോടൊപ്പം വരുന്നു. മെഡിക്കൽ കോളേജ് വികസനം, ഇങ്ങനെ എണ്ണിയാൽ എത്രയെത്ര പദ്ധതികളാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് 10 വർഷം മുൻപ് ഉള്ള നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ്. എല്ലാവരും കടുത്ത നിരാശയിൽ. ഈ പറഞ്ഞ പദ്ധതികളുടെ ചില ആലോചനകളൊക്കെ നടന്നെങ്കിലും ഒന്നും പ്രയോഗത്തിലുണ്ടായില്ല. നമ്മുടെ പദ്ധതികൾ കടലാസുകളിലും കരാറുകളിലും മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. ഇപ്പോൾ അതിനാണ് മാറ്റം വന്നത്. റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, അങ്ങനെയുള്ള എല്ലാം പണി നടക്കാത്ത അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റം വന്നു. ഏതൊരു മലയാളിയും അഭിമാനപൂർവ്വം അംഗീകരിക്കുന്ന വസ്തുതയാണിത്. അപ്പോൾ 10 വർഷം മുൻപ് എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്ക് എത്രത്തോളം പുരോഗതി ഉണ്ടായി? എവിടെയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്? ഇത് എല്ലാ ജില്ലയിലും കൃത്യമായി നടത്തുന്ന അവസ്ഥയുണ്ടാവണം. LDF സർക്കാരിൻ്റെ കാര്യക്ഷമത മനസ്സിലാക്കാൻ പതിറ്റാണ്ടുകൾ കാത്തിരുന്നാൽ പോലും യാഥാർത്ഥ്യമാകാതിരിക്കുന്ന പദ്ധതികളെ ഒരു ദശാബ്ദക്കാലത്തിനുള്ളിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്.